നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആക്രമണങ്ങളും കൊലപാതകങ്ങളുമൊക്കെയായി കേരളത്തിൽ ഭീതി വിതച്ച കാലത്തെ പോലെയുള്ള ഒരു കലാപ അന്തരീക്ഷം കേരളത്തിൽ വീണ്ടും സംജാതമാവുകയാണോ എന്നുള്ള ആശങ്ക ഉണർത്തിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ആക്രമണങ്ങളും ശക്തമാവുകയാണ്. തീവ്രമായ അജണ്ടകളോടെ പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ ഇറങ്ങി പൂട്ടിക്കെട്ടുകയും അതിൻ്റെ നേതാക്കന്മാരെയെല്ലാം എടുത്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തപ്പോൾ ഹൈന്ദവരെയും ക്രൈസ്തവരെയും വംശഹത്യ ചെയ്യുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ കലിയാട്ടങ്ങൾ നടത്തിയ അണികളെല്ലാം SDPIയിൽ ചേക്കേറിയെന്നായിരുന്നു അന്ന് പുറത്തുവന്ന വാർത്തകൾ. ആയതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് കേരളത്തിലെ പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. അത് ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് സ്കൂൾ യൂണിഫോമിന്റെ വയലേഷൻ ആണെന്ന് അറിഞ്ഞിട്ടും പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിൽ അതിശക്തമായ പ്രതിസന്ധികൾ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ SDPI എന്ന തീവ്ര നിലപാടുള്ള ഇസ്ലാമിക പാർട്ടിയുടെ സ്വാധീനം. ഇപ്പോഴിതാ വയനാട്ടിലെ താമരശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രഷ് കട്ട് എന്ന ചിക്കൻ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ വലിയ പൊട്ടിത്തെറിയിലേക്കും കലാപത്തിലേക്കും തീക്കളിയിലേക്കും തള്ളിവിട്ടതിന്റെ പിന്നിൽ SDPI ആണെന്ന് അങ്ങേയറ്റം ഭീകരമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആഹാരത്തിനായി അറക്കുന്ന മൃഗങ്ങളുടെ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കത്തക്ക നിലയിൽ വേസ്റ്റ് ടു റെസ്ക്യൂ എന്ന മാതൃകയിൽ 2013 താമരശ്ശേരിയിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഫ്രഷ് കട്ട്. നിയമപ്രകാരമുള്ള എല്ലാ അംഗീകാരങ്ങളും ഉണ്ടായിരുന്ന ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ കോവിഡ് കാലം മുതൽ തുടങ്ങിക്കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷത്തോടെ അത് ശക്തമാവുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനങ്ങൾ ഫ്രഷ് കട്ടിനെതിരെ സമരം നടത്തുകയും പോലീസ് എത്തി പ്രതിഷേധക്കാരെ തണുപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ പിന്നാലെ പാഞ്ഞെത്തിയ SDPI പ്രവർത്തകരായ ഒരു സംഘം ആളുകൾ അവിടെ എത്തി പ്ലാന്റിൽ കയറി ആക്രമണങ്ങൾ നടത്തുകയും ക്രമസമാധാനം വഷളാക്കുന്ന തരത്തിൽ കണ്ണിൽ കണ്ടതെല്ലാം തകർക്കുകയും പ്ലാന്റിനുള്ളിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് വലിയ സ്ഫോടനം നടത്തുവാനുള്ള ഭയാനകമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തെന്ന വാർത്തകൾ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ കണ്ടകാലം മുഴുവൻ SDPIയെ പിണക്കാത്ത തരത്തിലുള്ള നിലപാടുകളാണ് കേരളത്തിലെ പോലീസും പോലീസ് മന്ത്രിയും കൈക്കൊണ്ടതെങ്കിലും കളിച്ച് SDPIക്കാർ കേരളത്തെ കത്തിക്കുന്ന തരത്തിലേക്ക് എത്തിയെന്ന ബോധ്യമായ പോലീസ് സമുചിതമായി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു വലിയ സ്ഫോടന പ്രതിസന്ധി താമരശ്ശേരിയിൽ നിന്ന് ഒഴിഞ്ഞുപോയത്. കോഴിക്കോട് താമരശ്ശേരി മേഖലയിൽ SDPIക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ അവർ അങ്ങേയറ്റം ആസൂത്രിതമായി നടത്തിയ ഒരു ആക്രമണമായിരുന്നു ഫ്രഷ് കട്ടിൽ നടന്നതെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. SDPI കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണെന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും അക്കാര്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി ഈ കണ്ട കാലം മുഴുവൻ മതതീവ്രവാദത്തെ വെള്ളപൂശുന്ന നിലപാടുകൾ എടുക്കുവാൻ വലതരും ഇടതരും ഒരുപോലെ ഉത്സാഹം കാണിച്ചതിനാൽ വന്ന് കേരളം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അഗ്നിപർവ്വതമാണെന്നും എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ സ്ഫോടനം നടന്നേക്കാവുന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിരിക്കുകയാണ്. കേവലം ഒരു സമരത്തിന്റെ ഭാഗമായുണ്ടായ അക്രമങ്ങളായിരുന്നില്ല താമരശ്ശേരിയിൽ നടന്നത്. നേരെ മറിച്ച് സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കി കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ കലാപത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുഖം മൂടിധാരികൾ ഇറങ്ങി സ്ഥാപനം അടിച്ചു തകർക്കുക, വാഹനങ്ങൾ കത്തിക്കുക, പോലീസിനെ ആക്രമിക്കുക, ഫയർഫോഴ്സ് തടയുകയും തീപിടുത്തം വ്യാപിക്കുകയും ചെയ്യുക എന്നിവയെല്ലാം കേവലം ഒരു സമരത്തിന്റെ ഭാഗമായോ മറ്റോ നടക്കുന്നതല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തിന്റെ പിൻബലത്തിലാണ്. പരിശീലനം ലഭിച്ച് തീവ്രവാദികൾ മുമ്പിൽ നിന്ന് നടത്തുന്ന ക്രമീകൃതമായ പ്രോഗ്രാമുകൾ തന്നെയാണ് താമരശ്ശേരിയിൽ സംഭവിച്ചത്. അത് തന്നെയാണെന്നും അതിന്റെ പിന്നിൽ SDPI ആണെന്നും ഭരണകക്ഷിയും പോലീസും ആണയിടുമ്പോഴും ആ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം കാണാൻ കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. ഫ്രഷ് കട്ടിനെതിരെ താഴെത്തട്ടിൽ നടന്ന സമര പ്രതിഷേധങ്ങളുടെ മുൻപിൽ അണിനിരന്നത് സ്ത്രീകളും കുട്ടികളുമായിരുന്നുവെങ്കിലും അവരെ മനുഷ്യ കവചമാക്കിക്കൊണ്ടാണ് SDPIക്കാർ അഴിഞ്ഞാടി നിന്ന് വരുമ്പോൾ ഇതെല്ലാം അവരുടെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടായിരുന്നുവോ എന്ന് ശങ്കിക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇത്രയധികം ഗുരുതരമായ കലാപവും സ്ഫോടനത്തിന് തുല്യമായ പ്രതിസന്ധിയും കേരളത്തിൽ അരങ്ങേറിയിട്ടും അത് ഗൗരവമുള്ള വാർത്തയാക്കാനോ ചർച്ചയാക്കാനോ ഇസ്ലാമിക പൊളിറ്റിക്സിന്റെ അടിമകളായ മാധ്യമങ്ങൾക്ക് കഴിയാതെ പോകുന്നത് കേരളത്തിലെ വർത്തമാന സ്ഥിതിയുടെ ഭീകരതയെയാണ് വെളിപ്പെടുത്തുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി നീങ്ങുന്ന ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഇത്തരക്കാരെ ശക്തമായിട്ടൊന്ന് അപലപിക്കാൻ പോലും മടിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായ കരുതലിലും ജാഗ്രതയും പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ തുടർക്കഥയായേക്കാം.